നമസ്കാരം. കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിൽ അന്തിമവാദം പൂർത്തിയായത്. ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും. ഇതിനായി കേസ് ഉടൻ പരിഗണിക്കുന്നതായിരിക്കും. അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും. 8 വർഷവും 1 മാസവും നീണ്ട വിചാരണ നടപടികളാണ് എന്തായാലും പൂർത്തിയായത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 8ാം പ്രതിയും നടനുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. കേസിൽ 8ാം പ്രതിയായ ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവിരോധം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ പോലീസ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഇവരിൽ പലരും കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചിരുന്നു. നടൻ സിദ്ദീഖ്, ഇടവേള ബാബു, ഭാമ, ബിന്ദു പണിക്കർ തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖർ കോടതിയിൽ മൊഴി മാറ്റിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇവർ ഉൾപ്പെടെ 20ഓളം സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗത്ത് ചേർന്നു എന്നും പറഞ്ഞു. എന്തായാലും നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് മുതൽ അമ്മ ഷോയുടെ റിഹേഴ്സൽ സമയത്ത് നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു സിനിമാ താരങ്ങളിൽ നിന്നും പ്രധാനമായും മൊഴിയെടുത്തിരുന്നത്. ഇവരെല്ലാം കൂറുമാറിയതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു വിധി ഉണ്ടാകാൻ പോവുകയാണ്. നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഈ മാസം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കോടതി കേസ് ഇടയ്ക്കിടെ പരിഗണിച്ചിരുന്നു. ഈ മാസം 10 വീണ്ടും പരിഗണിക്കുകയാണ്. അന്ന് വിധി പ്രഖ്യാപിക്കുന്ന തീയതി തീരുമാനിച്ചേക്കും. ഈ മാസം അവസാനത്തോടെ വിധി വരുമെന്നാണ് കരുതുന്നത്. കേസിൽ നേരത്തെ 14 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 4 പേർ മാപ്പുസാക്ഷികളായതോടെ 10 പ്രതികളാണുള്ളത്. പൾസ് സുനിയും ദിലീപും ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. ബലാത്സംഗ കൊട്ടേഷൻ എന്ന ആരോപണം ഉയർന്ന കേസ് കൂടിയാണിത്. മലയാള സിനിമാ രംഗത്ത് വലിയ മാറ്റത്തിരുത്തലുകൾക്ക് കാരണമായ സംഭവം കൂടിയാണ്. വിധി ദിലീപിന് നിർണായകമാണ്. 2017 ഫെബ്രുവരി 17 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ വാഹനത്തിൽ വെച്ച് നടി പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസ്. പൾസ് സുനി ഉൾപ്പെടെയുള്ള പ്രതികളാണ് കേസിൽ ആദ്യം അറസ്റ്റിലായത്. 3 മാസം കഴിയവെയാണ് ദിലീപിന് കേസിൽ ബന്ധമുണ്ടെന്ന് എന്ന ആരോപണം വന്നത്. തുടർന്ന് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. 3 മാസത്തോളം ആലുവ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിലീപിന് ഹൈക്കോടതി അന്ന് ജാമ്യം അനുവദിച്ചത്. ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നടിയെ പിന്തുണയ്ക്കുന്നവരും എന്ന രീതിയിൽ 2 തട്ടിലായി പിന്നീട് മലയാള സിനിമാ ലോകം. പ്രതികൾ നിരന്തരമായി അപ്പീലുമായി എത്തിയത് കേസിന്റെ നടപടികൾ വൈകിപ്പിച്ചു. സുപ്രീം കോടതി വിചാരണ പൂർത്തിയാക്കാൻ നൽകിയ സമയപരിധി പലതവണ നീട്ടി നൽകി. 2021 സംവിധായകൻ ബാലചന്ദ്രകുമാർ കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ദിലീപിനെതിരായിരുന്നു വെളിപ്പെടുത്തൽ. തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. ദിലീപിനെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. അതിനിടെ കോടതിക്കെതിരെ ഇരയായ നടി രംഗത്ത് വന്നു. പീഡന ദൃശ്യം അടങ്ങുന്ന മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കോടതിയിലെത്തി. നടിയെ പിന്തുണച്ച് നിരവധി നടിമാർ താരസംഘടനയായ അമ്മയിൽ നിന്ന് രാജിവെക്കുന്ന സംഭവമുണ്ടായി. തുടർന്നാണ് WCC എന്ന കൂട്ടായ്മ രൂപപ്പെട്ടത്. ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതിന് പശ്ചാത്തലമായതും നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ നടിമാർ ഹേമ കമ്മിറ്റി മുമ്പാകെ തുറന്നു പറഞ്ഞു. എങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇപ്പോൾ സംഭവം ഉണ്ടായിട്ട് 9 വർഷത്തോട് അടുക്കുകയാണ്. 9 വർഷത്തോളം നീണ്ട നിയമ നടപടികൾക്ക് ശേഷമാണ് വിധി വരാൻ പോകുന്നത് എന്ന പ്രത്യേകതയും ഈ കേസിനുണ്ട്. വിധി എങ്ങനെയാണ് ദിലീപിന്റെ ഭാവിയെ ബാധിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധകരും ഉറ്റുനോക്കുന്നത്. അതേസമയം 2017 ഫെബ്രുവരിയിലാണ് മലയാള സിനിമയെ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി വാഹനത്തിൽ വെച്ച് ആക്രമിച്ചത്. ഈ സംഭവം സിനിമാ മേഖലയെ മാത്രമല്ല പൊതുസമൂഹത്തെ ആകമാനം ഞെട്ടിക്കുകയും വ്യാപക രോഷത്തിനിടയാക്കുകയും നീതിക്ക് വേണ്ടിയുള്ള മുറിവിളി നടത്തുകയും ചെയ്തു. തന്റെ മുൻ ഡ്രൈവർ കൂടിയായിരുന്ന പൾസ് സുനി ഉൾപ്പെടെ ലൈംഗികാതിക്രമം നടത്തിയവർക്കെതിരെ അതിജീവിത കേസ് കൊടുത്തു. പൾസ് സുനി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്ത് ആഴ്ചകൾക്ക് ശേഷം ആക്രമണത്തിൽ പ്രമുഖ നടൻ ദിലീപിന്റെ പങ്ക് പുറത്തുവന്നു. ജയിലിൽ വെച്ച് പൾസ് സുനി ദിലീപിന് എഴുതിയെന്ന് പറയപ്പെടുന്ന കത്താണ് കേസിൽ വഴിത്തിരിവായത്. ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തതോടെ വിചാരണയ്ക്ക് കാര്യമായ മാധ്യമ ശ്രദ്ധയും ലഭിച്ചു. ഒപ്പം സിനിമയിലെ ലിംഗാധിഷ്ഠിത ആക്രമണവും സ്ത്രീകളുടെ സുരക്ഷയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അതിക്രമത്തെ അതിജീവിച്ച നടിയുടെ സിനിമയിലെ സുഹൃത്തുക്കൾ അവളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ആ ഐക്യദാർഢ്യം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. WCC സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ അവൾക്കൊപ്പം ക്യാമ്പയിൻ അതിവേഗം പടർന്നു. വിചാരണാ വേളയിൽ 85 ദിവസം ജയിലിൽ കിടന്ന കുറ്റാരോപിതനായ നടൻ ദിലീപ് ജാമ്യം ലഭിച്ചു പുറത്തുവരികയും സിനിമാഭിനയം തുടരുകയും ചെയ്തു. ശാരീരിക മാനസിക പീഡനങ്ങൾ അനുഭവിച്ച അതിജീവിതയെയും സാക്ഷിയായ കാലത്തെയും തന്നെ അവഹേളിക്കും വിധം ഇഴഞ്ഞു നീങ്ങുന്ന നിയമ നടപടികളിലൂടെ കേസ് തീർപ്പാകാതെ തുടരുകയായിരുന്നു. ലൈംഗിക അതിക്രമത്തെ അതിജീവിച്ചവർക്ക് നീതി ലഭ്യമാക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥ എത്രത്തോളം കാര്യക്ഷമമായി ഇടപെടുന്നു എന്ന ചോദ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയരുന്നത്.
ഈ ഒരു ചോദ്യം മുൻനിർത്തി സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന ചില സന്ദർഭങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ക്രിമിനൽ ഗൂഢാലോചന. പോലീസ് ഭാഷ്യമനുസരിച്ച് നടിയോടുള്ള പ്രതികാരം തീർക്കാൻ ദിലീപ് ഒന്നാം പ്രതി പൾസർ സുനിയുമായി ഗൂഢാലോചന നടത്തി നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ഇതിനായി പൾസർ സുനിക്ക് 1.5 കോടി രൂപ ദിലീപ് നൽകിയെന്നും 2015 ഡിസംബറിൽ അഡ്വാൻസായി 10,000 രൂപ നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത്. മെമ്മറി കാർഡിലെ ദുരൂഹത മറ്റൊന്ന്. ലൈംഗിക അതിക്രമണ കേസിലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കൃത്രിമത്വങ്ങളും അതിലേക്കുള്ള അനധികൃത പ്രവേശനവും സംബന്ധിച്ച് കാര്യമായ ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് സംഘമേശ്വരൻ മാണിക്യം മെമ്മറി കാർഡിലെ സീരിയൽ നമ്പറിന്റെ അഭാവം എടുത്തു കാണിച്ച് അതിന്റെ ആധികാരികതയിൽ സംശയം ഉന്നയിക്കുകയും അത് മാറ്റുകയോ പകർത്തുകയോ ചെയ്തിരിക്കാം എന്ന ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. മെമ്മറി കാർഡിന്റെ ഹാഷ് മൂല്യം മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാട്സ്ആപ്പ്, ടെലഗ്രാം തുടങ്ങിയ സന്ദേശമയക്കൽ ആപ്പുകളുടെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ ഉള്ളടക്കം പകർത്തിയതാണോ അതോ കൃത്രിമം കാട്ടിയതാണോ എന്ന് നിർണ്ണയിക്കാൻ വിപുലമായ ഫോറൻസിക് വിശകലനത്തിന്റെ ആവശ്യകത സംഘമേശ്വരൻ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത്, മെമ്മറി കാർഡിലെ ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് തടഞ്ഞുവെച്ചതുൾപ്പെടെ ജഡ്ജി ഹണി എം വർഗീസ് മോശമായി പെരുമാറിയെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. കുറ്റാരോപിതനായ ദിലീപിന്റെ അഭിഭാഷകരും ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ഗൂഢാലോചനയെക്കുറിച്ചും ആശങ്കകൾ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടുകളുടെ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്ന പൊരുത്തക്കേടുകൾക്കൊപ്പം ഒന്നിലധികം കോടതികളിലേക്കും ഫോറൻസിക് ലാബുകളിലേക്കും മെമ്മറി കാർഡിലെ ഉള്ളടക്കം എത്തിപ്പെട്ടത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. പ്രതിയുടെ സഹോദരനും ചില കോടതി ജീവനക്കാരും വീഡിയോ കണ്ടതായി കരുതുന്നുണ്ട്. ഇത് അതിജീവിതയുടെ സ്വകാര്യതയുടെ നഗ്നമായ ലംഘനമായിരുന്നിട്ടും സംഭവത്തിനെതിരെ FIR പോലും പോലീസ് ഫയൽ ചെയ്തില്ല. അതിജീവിത സമർപ്പിച്ച അന്വേഷണ ഹർജിയിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി തന്നെ വിസമ്മതിച്ചതും കേരളം കണ്ടത് തന്നെയാണ്. കുറ്റാരോപിതരോടുള്ള കോടതിയുടെ പ്രത്യക്ഷമായ പ്രീതി. അതിജീവിതയുടെ അഭിഭാഷകയുടെ അഭിപ്രായത്തിൽ ഈ കേസിൽ വ്യക്തമായും കാണപ്പെട്ട പ്രതികളോടുള്ള കോടതിയുടെ പക്ഷാപാതപരമായ നിലപാടുകൾ ജുഡീഷ്യൽ പ്രക്രിയയ്ക്ക് തുരങ്കം വയ്ക്കുന്നതും നിഷ്പക്ഷമായി നീതി നൽകാനുള്ള നിയമവ്യവസ്ഥയുടെ കഴിവിലുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നതും തന്നെയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ രാജിയും ഉണ്ടായിരുന്നു ഇതിന്റെ. സെക്ഷൻ കോടതി ജഡ്ജി ഹണി വർഗീസിനെ മാറ്റണമെന്ന അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് A. സുരേഷൻ രാജിവെക്കുകയുണ്ടായിരുന്നു. തുടർന്ന് കോടതിയിലെ പ്രതികൂല അന്തരീക്ഷം ചൂണ്ടിക്കാട്ടി മുൻ CBI പ്രോസിക്യൂട്ടറായിരുന്ന അനിൽകുമാറും രാജിവെച്ചു. ഈ രാജികൾ കേസ് നടപടികളോടുള്ള അതൃപ്തി സൂചിപ്പിക്കുന്നു. ഈ രാജികൾ കോടതിയുടെ സത്യസന്ധതയിൽ സംശയമുളവാക്കുന്നു. നടപടികൾ കുറ്റാരോപിതർക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയെക്കുറിച്ച് ആശങ്ക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്തത്, ഗാഗ് ഓർഡർ ദുരൂഹതയാണ്. ട്രയലിനെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ടവരെക്കുറിച്ചോ പരസ്യമായി സംസാരിക്കുന്നത് വിലക്കുന്ന ഗാഗ് ഓർഡർ ദിലീപ് നേടിയെടുത്തു. കേസുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്കെതിരെയാണ് ദിലീപ് ഇങ്ങനെയൊരു ഓർഡർ നേടിയെടുത്തത്. ഗാഗ് ഉത്തരവ് ലംഘിച്ചുവെന്നാരോപിച്ച് നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ അദ്ദേഹം പിന്നീട് ഹർജി നൽകി. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ? മാധ്യമ കവറേജ് പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ ഗാഗ് ഓർഡറുകൾ പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമ കേസുകളിൽ അതിജീവിതയുടെ മാനസികാരോഗ്യം തളർത്തുകയും കുറ്റാരോപിതർക്ക് ചിലപ്പോഴെങ്കിലും അനാവശ്യ നിയമ പരിരക്ഷ ഒരുക്കുകയും ചെയ്യുന്നു. അത്തരം നിയന്ത്രണങ്ങൾ അതിജീവിതയെ ഒറ്റപ്പെടുത്തും, സമൂഹത്തിൽ അവരുടെ പാർശ്വവൽക്കരണം രൂക്ഷമാക്കും, ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യാം. അടുത്തത്, പൾസർ സുനിയുമായുള്ള ബന്ധം. കുപ്രസിദ്ധ ക്രിമിനലുമായുള്ള കുറ്റാരോപിതന്റെ ബന്ധം സംശയാസ്പദമായി തുടരുക തന്നെയാണ്. കുറ്റകൃത്യത്തിന്റെ പിന്നിലുള്ള ബുദ്ധി അദ്ദേഹത്തിൻ്റെതാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വാദിച്ചു. 5 പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് ദിലീപ് ഒന്നാം പ്രതിയെ കാണുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തതായി പോലീസും പറയുന്നുണ്ട്. ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഹോട്ടൽ രേഖകൾ ഹാജരാക്കിയിരുന്നു. ദിലീപിന്റെ പേരിൽ തന്നെയാണ് മുറിയെടുത്തത്. ഇത് തെളിയിക്കാൻ സാക്ഷികളെ പോലും പോലീസ് ഹാജരാക്കി. ദിലീപിന് പൾസർ സുനിയുടെ കത്തും ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് തന്നെയാണ് പ്രതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കേസ് ഈ മാസം തന്നെ തെളിയുമെന്ന് തന്നെയാണ്, വിധി ഉടൻ തന്നെ വരുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.